അപ്പൊ സ്കൂൾ തുറപ്പും കാര്യങ്ങളും ഒക്കെയാണ്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കുട്ടികൾക്ക് ബുക്സും കാര്യങ്ങളും ബാഗും ഒക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ കിട്ടാത്ത കുറെ കുട്ടികൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കുഞ്ഞു കുട്ടികൾക്കായിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇത്തവണ 2 ബാഗ് കുഞ്ഞു കുട്ടികൾക്ക് വാങ്ങിച്ചിട്ട് ബാക്കിയെല്ലാം വലിയ കുട്ടികൾക്കുള്ളതാട്ടോ വാങ്ങിച്ചത്. കുഞ്ഞു കുട്ടികൾക്ക് വാങ്ങിച്ചതിൽ ഞാൻ ഒരു സെറ്റ് ബുക്കും പെൻസിലും സ്കെച്ചും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുക്കുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു May 29ന്. അപ്പൊ അവന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ എല്ലാവർക്കും ഇത് കൊടുക്കുന്നത്. വലിയ കുട്ടികളുടെ ബാഗിൽ കുറച്ച് പേനയും ഒരു സെറ്റ് ബുക്കും ആട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്റെ ബഡ്ജറ്റിന് എനിക്ക് താങ്ങാവുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടി എന്നോട് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്കുള്ള ബാഗെല്ലാം ആ കുട്ടി അയച്ചു കൊടുക്കാമെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ മഴയായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം പ്ലാസ്റ്റിക് കവറിലിട്ട് കട്ടിയാണ് കൊടുത്തു വിടുന്നത്. കാരണം നനഞ്ഞ് കൊളായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് താമസിക്കാതെ എല്ലാം തന്നെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം ഏട്ടൻ ജോലിക്ക് പോകാൻ നേരത്തെ എല്ലാം കൂടെ കാറിലെടുത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ ഇനി ഏട്ടൻ അയച്ചോളും. ടാറ്റാ ബൈ, സീ യു.